അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പഠിക്കാം എജുകാഫിനൊപ്പം. ഇൻഷാ അല്ലാഹ് ജൂലൈ 18 നമ്മുടെ മദ്രസയിൽ പാദവാർഷിക പരീക്ഷകൾ നടക്കുകയാണ്. അപ്പൊ പാദവാർഷിക പരീക്ഷക്കുള്ള ഓരോ പാഠങ്ങളും എന്ത് ചെയ്യാണ് നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് എജുകാഫ് ഇവിടെ വന്നിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ അഖീദയിലെ ആദ്യ പാഠം. മൂന്നാം ക്ലാസ്സിലെ അഖീദയിലെ ആദ്യ പാഠം ഈമാൻ കാര്യങ്ങൾ എന്നുള്ള പാഠവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിച്ചാലോ. ഉസ്താദ് കുറച്ച് അഊദും ഒരു ബിസ്മിയും ഒരു ചെറിയ ദുആവും ചൊല്ലിത്തര. എല്ലാവരും എന്ത് ചെയ്യുക, ഉസ്താദിന്റെ ഒപ്പം ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു على سيد المرسلين وعلى آله وصحبه أجمعين. اللهم ربي زدني علما آمين. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം 1 ഈമാൻ കാര്യങ്ങൾ. പാഠം 1 ഈമാൻ കാര്യങ്ങൾ. അല്ലെ, എന്താണ് ഈമാൻ കാര്യങ്ങൾ? എന്താണ് ഈമാൻ കാര്യങ്ങൾ? അല്ലെ, എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്താണ് ഈമാൻ കാര്യങ്ങൾ? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അല്ലെ, അതായത് വിശ്വസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഫസ്റ്റ് ചോദ്യം, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ആദ്യത്തെ 2 തവണ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് വായിക്കുക. പിന്നത്തെ 3 തവണ എന്ത് ചെയ്യാം, പുസ്തകത്തിലേക്ക് നോക്കാതെ പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്കത് പഠിയും. അല്ലെ, നമുക്കത് പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. 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 അടുത്തത്, അവ 6 ആകുന്നു. അവ എത്രയാകുന്നു? 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ എത്രയാകുന്നു? 6 ആകുന്നു. അപ്പൊ എന്താണ് ഈമാൻ കാര്യങ്ങൾ? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അവ 6 ആകുന്നു. അവ എത്രയാകുന്നു? 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഒരു പദ്യത്തിലൂടെ നമുക്ക് പഠിക്കാം. ഒരു പദ്യത്തിലൂടെ നമുക്ക് പഠിക്കാം. അല്ലെ, ഫസ്റ്റ് ഏതാണ് പദ്യം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീൻ ബിലാ സലൽ. ഉസ്താദിന് പാടാനൊന്നും അറിയില്ല, പക്ഷെ ഉസ്താദ് എന്ത് ചെയ്തു തരാം, അത് പഠിപ്പിച്ചു തരാം. എങ്ങനെ? ഫസ്റ്റ് നമുക്ക് ഈമാനുനാ ബില്ലാഹി വൽ മലായിക ഒരു 5 തവണ, ആദ്യത്തെ 2 തവണ പുസ്തകത്തിൽ നോക്കിയിട്ട് പിന്നത്തെ 3 തവണ എന്ത് പുസ്തകത്തിൽ നോക്കാതെ. ഇത് പരീക്ഷക്ക് പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട് ഈ ചോദ്യം. ഓക്കെ, ഈ ബൈത്ത് ഈമാനുനാ ബില്ലാഹി വൽ മലായിക. 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 ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക 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 വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക. അടുത്തത്, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ
والقدر خيره وشره من والقدر خيره وشره من والقدر خيره وشره من والقدر خيره وشره من الإله رب العالمين بلا زلل إله 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 رب العالمين بلا زلل. ഇതാണ് ആ ബൈത്ത്. ഈ ബൈത്തിൽ ഈമാൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത് നേരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന QR കോഡില്ലേ അതൊന്ന് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്ത് നല്ല അടിപൊളി ഈണത്തിൽ ചൊല്ലുന്നത് കേൾക്കാം. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിക്കല്ലേ അല്ലെ, പരീക്ഷയ്ക്ക് പഠിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈമാൻ കാര്യങ്ങൾ എന്താണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 ആകുന്നു. പിന്നെ ഒരു ബൈത്ത് അല്ലെ, ഒന്നുകൂടി ഉസ്താദിന്റെ ഒപ്പം. ഈമാനുനാ ബില്ലാഹി വൽ മലായിക والكتب والرسل ويوم التهلكة والقدر خيره وشره من الإله رب العالمين بلا زلل. ഈ ബാക്കി നോക്കാം. നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു. അല്ലെ, നാം കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതും നമുക്കറിയാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു. ആരാകുന്നു? അല്ലാഹു ആകുന്നു. ശ്രദ്ധിക്കുക, നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു. അവയെ പരിപാലിക്കുന്നതും ആരാകുന്നു? അല്ലാഹു ആകുന്നു. അടുത്തത്, അവൻ ഒരുവനാണ്. അല്ലാഹു ഒരുവനാണ്. അല്ലെ, അല്ലാഹു രണ്ടാളുണ്ടോ? ഇല്ല. അല്ലാഹു എന്താണ്? ഒരുവനാണ്. ഒരൊറ്റ ഇലാഹാണ്, ഒരൊറ്റ ദൈവമാണ്. അല്ലെ, അവൻ ഒരുവനാണ്. അവൻക്ക് ഒരു കൂട്ടുകാരുമില്ല. അവൻ ഒരുവനാണ്. അവന് കൂട്ടുകാരുമില്ല. അവനെന്തില്ല? കൂട്ടുകാരുമില്ല. അപ്പൊ ഒന്നുകൂടി ഉസ്താദിനൊപ്പം. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അല്ലെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എഴുതാൻ പറയും. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഏതാണ്? അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അല്ലെ, നമ്മൾക്ക് ഓരോ ദിവസം എന്തിനൊക്കെ ആശ്രയിക്കുന്നുണ്ട്? അല്ലെ, നമ്മളിപ്പോ ക്ലാസ് കേൾക്കാൻ എന്തുണ്ട്? മൊബൈൽ ഫോണ്, യൂട്യൂബ്, അല്ലെ, അതുപോലുള്ള ദൃശ്യ മാധ്യമങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹു യാതൊന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അടുത്തത്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഈ പാരഗ്രാഫിന്റെ ആദ്യം മുതൽ. നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു ആകുന്നു. ഇനി അള്ളാഹുവിന്റെ വിശേഷണങ്ങളാ പറയുന്നത്. ഇത് പഠിക്കണം, ഇത് പരീക്ഷയ്ക്ക് വരും. അവൻ ഒരുവനാണ്,
അവൻ ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു ഒരുവനാണ്. അടുത്തത് അല്ലെ, അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവന് ഒരു കൂട്ടുകാരുമില്ല, അവനൊരു കൂട്ടുകാരുമില്ല, അവനൊരു കൂട്ടുകാരുമില്ല, അവനൊരു കൂട്ടുകാരുമില്ല. ഉസ്താദിന്റെ കൂടെ പറയുന്നില്ലേ? ഉസ്താദിന്റെ കൂടെ പറയണം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാ? പഠിയാ, ഉറക്കനെ പറയണം. ശബ്ദം കേൾപ്പിച്ച് തന്നെ പറയണം. അല്ലാതെ ചുണ്ടനക്കിയത് കൊണ്ട് നമുക്ക് പഠിയില്ല. ഉറക്കനെ പറഞ്ഞ് എന്ത് ചെയ്യാ? പഠിക്കുക. അവൻ ഒരുവനാണ് അല്ലെ, അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ആര്? അള്ളാഹുവിനെ പറ്റിയിട്ട്, അള്ളാഹുവിന്റെ വിശേഷങ്ങളെ പഠിക്കുന്നത്. ബാക്കി നോക്കിയാലോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നോക്കിയാലോ അല്ലേ? അപ്പൊ നമ്മുടെ എജുകാഫില് പാദവാർഷിക പരീക്ഷ സ്പെഷ്യൽ ബാച്ച് എന്നുള്ളൊരു ബാച്ച് ഇപ്പോ ഉണ്ട്. പരീക്ഷക്കായിട്ട് മാത്രം നമുക്ക് ഇതുപോലത്തെ കൃത്യമായ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും അതിൽ കിട്ടുക. പരീക്ഷ കഴിയുന്നത് വരെയാണ് അതിന്റെ എന്ത് വാലിഡിറ്റി കാലാവധി. 199 രൂപയാണ് ആ കോഴ്സിന്. എത്രയാണ്? 199 രൂപക്ക് പരീക്ഷ കഴിയുന്നത് വരെ പരീക്ഷക്കുള്ള എല്ലാ പാഠങ്ങളും ഇതുപോലെ ക്ലാസ് കിട്ടും. നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നത് പോലെ ക്ലാസ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് കിട്ടുക എന്ന് വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് എജുകാഫിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അതിൽ സൈനപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? എക്സാം ബാച്ച് പർച്ചേസ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, എജുകാഫിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സംശയങ്ങൾ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്. ജൂലൈ 18 മുതൽ 23 വരെയാണല്ലേ നമ്മുടെ പരീക്ഷ. ഇൻഷാ അല്ലാഹ് അല്ലെ. കോഴ്സ് ഫീസ് വെറും 199 രൂപ. ഇതാണ് നമ്മുടെ എജുകാഫിന്റെ നമ്പർ. പിന്നെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും, അത് നമ്മുടെ എജുകാഫിന്റെ നമ്പർ തന്നെയാണ്. രണ്ടും ഒരു നമ്പറാണ്. നമുക്ക് ബാക്കി നോക്കിയാലോ? അല്ലെ, ബാക്കി നോക്കാം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചിട്ട്, അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. അവന്റെ അറിവിനും, അള്ളാഹുവിന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. ഒരു പരിധിയുമില്ല, ഒരു പരിമിതിയുമില്ല. എന്തിന്? അള്ളാഹുവിന്റെ അറിവിന് അല്ലെ. നമ്മുടെ അറിവിന് നല്ല പരിമിതി ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയോ? ഇല്ല. നമ്മുടെ കാഴ്ചക്ക് പരിമിതി ഉണ്ട് അല്ലെ. ഒരു 200 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നത് എന്താന്ന് നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. നമ്മുടെ കാഴ്ചക്കും പരിമിതി ഉണ്ട്. കേൾവിക്കും എന്ത് ചെയ്യുന്നുണ്ട്? പരിമിതി ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ നമുക്ക് അറിവിനും കാഴ്ചക്കും കേൾവിക്കും ഒക്കെ നമുക്ക് പരിധിയുണ്ട്. പക്ഷെ ആർക്ക് പരിധിയില്ല? പരിധിയും പരിമിതിയുമില്ല. അള്ളാഹുവിന് പരിധിയും പരിമിതിയുമില്ല. നോക്ക, അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. പരിധിയും പരിമിതിയുമില്ല. ചോദ്യം വരും, പരിധിയും പരിമിതിയുമില്ല എന്തിനൊക്കെയാണ് പരിധിയും പരിമിതിയും ഇല്ലാത്തത്? അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. 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 നമുക്കതിനെല്ലാം പരിധിയുണ്ട്. നമുക്കതിനെല്ലാം പരിധിയുണ്ട് അല്ലെ. അടുത്ത വാചകത പറയണേ, നമുക്കതിനെല്ലാം പരിധിയുണ്ട്.
അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ആരെ? അള്ളാഹുവിനെ മാത്രം. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്. അള്ളാഹുവിന് പരിധിയും പരിമിതിയുമില്ല. ഏതിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും. രണ്ടു തരത്തിൽ ചോദിക്കാം. ഒന്ന്, അള്ളാഹുവിന് പരിധിയും പരിമിതിയുമില്ല. ഏതിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അതിന്റെ കൂടെ പറയാം, അറിവിനും കാഴ്ചക്കും കേൾവിക്കും. നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും, അല്ലെ? അതല്ലാത്തതിനും എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. ഇന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ? എന്താ കൊടുത്ത്? നിങ്ങൾ കണ്ടോ? ഒരു ബോക്സിൽ കൊടുത്ത് കണ്ടോ? ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. എന്താ കൊടുത്തത്? ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അല്ലെ? ആരാധനക്കർഹൻ, ഒന്നുകൂടി ഉസ്താദിന്റെ ഒപ്പം, ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ആരാധനക്കർഹൻ ആരാണ്? സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ആരാധനക്കർഹൻ 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 സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു മാത്രമാകുന്നു. അല്ലെ? അപ്പൊ നമ്മുടെ പാഠം കഴിഞ്ഞു. നമ്മള് എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പഠിച്ചു, അല്ലെ? ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച എല്ലാ ഭാഗങ്ങളും വരും, അല്ലെ? ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. ചോദ്യങ്ങൾ. ഫസ്റ്റ്, ഈമാൻ കാര്യങ്ങൾ, അല്ലെ? ഈമാൻ കാര്യങ്ങൾ, അല്ലെ? ഈമാൻ കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മുടെ ബൈത്താണ് ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റസുലി വയൗമി തഹ്ലുക വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചത്, അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചത് ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. പരീക്ഷയ്ക്ക് വരും. ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അടുത്തത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. ഇനി തദ്രീബാത്തിലുള്ള ചോദ്യമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം. അല്ലേ? സിമ്പിൾ ആണ്. അവൻ ഒരുവനാണ്. അവൻ ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. ഏതൊക്കെയാണ്? അവൻ ഒരുവനാണ്. നമുക്ക് ഇഷ്ടമുള്ള 3 എണ്ണം എഴുതാം. അവൻ ഒരുവനാണ്. അവൻ ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അല്ലേ? ഇതിലേതെങ്കിലും എഴുതാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? അടുത്തത്, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? എന്തിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അതിന്റെ ഒപ്പം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അല്ലേ? അത് പഠിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അറിവിനും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട്, അല്ലെ? ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കേൾവിക്കും, അറിവിനും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. നമുക്ക് പരിധിയുണ്ട്. അറിവിനും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് പരിധിയുണ്ട്. അടുത്തത് പൂർത്തിയാക്കാം, അല്ലെ? ആ ബൈത്ത് ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമി തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ
ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പാഠം അല്ല 3-ാം ക്ലാസ്സിലെ അഖീദയിലെ 1-ാമത്തെ പാഠം ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലെ. അൽഹംദുലില്ലാഹ് അല്ലെ, നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം, നമുക്ക് ഭാഗ്യം കിട്ടി, പഠിക്കാന് ഭാഗ്യം കിട്ടി. അപ്പൊ ഉസ്താദ് പറഞ്ഞ കാര്യം ആരും മറക്കണ്ട അല്ലെ. ഈ വീഡിയോ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരും പഠിക്കും അല്ലെ. അപ്പൊ അവര് പഠിച്ചതിന്റെ ഒരു കൂലി നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർ പഠിച്ചതിന്റെ ഒരു കൂലി കിട്ടും അല്ലെ. പിന്നെ അവരും നമ്മളെ ഫ്രണ്ട്സുകളല്ലേ, അവരും നമ്മളെ ഫ്രണ്ട്സുകളല്ലേ. അപ്പൊ അവർക്കും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, നല്ല മാർക്ക് കിട്ടട്ടെ അല്ലെ. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കോഴ്സിലൊക്കെ ചേരുക, ചാനലൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ, എന്നൊരു സലാത്തല്ല. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم.